നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ പ്രശ്നം? എന്താ കാര്യം എന്ന് പറ. വിശാൽ സാറിന് എന്തോ ആപത്ത് സംഭവിക്കാൻ പോവാണല്ലോ. കമ്പനി വക്കീലാണല്ലോ. അയാൾ എന്തിനാവും വന്നത്? വരണം വക്കീലേ, വരണം. ഇരിക്കാനൊന്നും സമയമില്ല സർ. ഞാൻ കോടതിയിലേക്ക് പോകുന്ന വഴിയാ. അതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സാറിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി കയറിയതാണ്. എന്താ കാര്യം? തോമസ് ആൻഡ് കമ്പനിയും നമ്മുടെ കമ്പനിയും തമ്മിലുള്ള കേസിന്റെ വിചാരണ ഉടനെ കോടതിയിൽ ആരംഭിക്കും. അതിനെന്താ, ആരംഭിച്ചോട്ടെ. ന്യായം നമ്മുടെ ഭാഗത്തല്ലേ. വക്കീലെ, ആ തോമസ് ആൻഡ് കമ്പനിയെ കോടതിയില് തറ പറ്റിക്കണം. വെറുതെ കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസല്ലേ അവര് നമുക്കെതിരെ കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അവരെ കോടതിയിൽ പരാജയപ്പെടുത്തിയിരിക്കും മാഡം. അതിനു മുൻപ് തോമസ് ആൻഡ് കമ്പനിയുടെ വാദം തെറ്റാണെന്നും ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണെന്നും തെളിയിക്കുന്ന രേഖ കോടതിയിൽ സമർപ്പിക്കണം. അങ്ങനെ ഒരു രേഖ, ഒരു ഡോക്യുമെന്റ് ഞാൻ തയ്യാറാക്കി സാറിനെ ഏൽപ്പിച്ചിരുന്നു. അതിപ്പോ വേണം. അതിനു വേണ്ടിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അയ്യോ, ആ ഡോക്യുമെന്റ്സ് ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ വക്കീലെ. അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ? സാർ എന്ത് വർത്തമാനായി പറയുന്നത്? ആ ഡോക്യുമെന്റ് കോടതിയിൽ സമർപ്പിച്ചില്ലെങ്കിൽ വലിയ വിഷയമാകും. വക്കീലെ, അപ്പോ കേസ് നമ്മൾ തോറ്റുപോവില്ലേ? കോടതിക്ക് വേണ്ടത് തെളിവുകളും സാക്ഷികളുമാണ്. തോമസ് ആൻഡ് കമ്പനിയുടെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കണമെങ്കിൽ ഈ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാതെ എങ്ങനെ സാധിക്കും? അതുകൊണ്ടല്ലേ വക്കീൽ അത് ചോദിച്ചു വന്നത്. ഓക്കെ, ആ ഡോക്യുമെന്റ്സ് മിസ്സായി കഴിഞ്ഞാലേ പിന്നെന്താ ഒരു മാർഗം? ആ ഡോക്യുമെന്റ് നഷ്ടപ്പെട്ട പിന്നെ നമുക്ക് ജയിക്കാൻ ഒരു മാർഗവുമില്ല. നമ്മൾ പരാജയപ്പെടും സാർ. അങ്ങനെ കേസ് പരാജയപ്പെട്ടാൽ സാറിന് ജയിലിൽ പോവേണ്ടി വരും. സാർ എന്താ ചിരിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. അല്ല വക്കീലെ, ഈ ഡോക്യുമെന്റ്സ് കോർട്ടിൽ സബ്മിറ്റ് ചെയ്യാണ്ടിരുന്ന തോറ്റു പോകുന്നുള്ളത് ഉറപ്പാണോ? ജാസ്മിൻ ഒരു വക്കീലല്ലേ? ഇതൊക്കെ ജാസ്മിൻ അറിയാവുന്ന കാര്യങ്ങളല്ലേ? പിന്നെന്തിനാ ഇങ്ങനൊരു ചോദ്യം? ആ ഡോക്യുമെന്റ് ഒരു വിഷ്വൽ എവിഡൻസ് ആണ്. അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. കേസ് തോറ്റാ വിശാൽ സാറിന് ജയിലിൽ പോകേണ്ടി വരുമോ? തീർച്ചയായും അത് വേണ്ടിവരും. എടാ, അപ്പൊ ഡോക്യുമെന്റ്സ് നിന്റെ കയ്യിലില്ലേ? ഏട്ടാ, അതെവിടെങ്കിലും മിസ്സായോ? വിശാൽ സാർ, ഇങ്ങനെ ചിരിക്കാതെ ആ ഡോക്യുമെന്റ്സ് എവിടെയാണെന്ന് പറയൂ. വെറുതെ ആദ്യ പിടിപ്പിക്കല്ലേ. അതെ, ആരും ടെൻഷൻ ആവണ്ട. എന്താ, ഇന്നിവിടെ വേറെന്തെങ്കിലും വിശേഷമുണ്ടോ? അതോ നിനക്ക് എന്നെയും കൊണ്ട് എവിടെയെങ്കിലും പോകാനുണ്ടോ? എനിക്ക് എവിടെയും പോകാനില്ല. ഇവിടെ വേറെ വിശേഷവുമില്ല. പിന്നെ ഞാൻ എന്തിനു ഓഫീസിൽ പോവാതിരിക്കണം? ഓഫീസിൽ പോവണ്ട സാറേ.
അതിന്റെ കാരണം എന്താന്നാ ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടാ ഞാൻ പോണ്ടെന്ന് നീ പറയുന്നത്? അതിനൊരു കാരണം വേണ്ടേ? അല്ല അത് മാത്രമല്ല, ഇന്ന് അത്യാവശ്യം തിരക്ക് പിടിച്ച ജോലികൾ ഓഫീസിൽ ചെയ്തു തീർക്കാനുമുണ്ട്. അതുകൂടാതെ ഒഴിവാക്കാൻ പറ്റാത്ത മീറ്റിംഗും ഉണ്ട്. അതുകൊണ്ടേ എനിക്ക് ഓഫീസിൽ പോയേ മതിയാവും. എങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഈ ഷർട്ടും പാന്റും മാറ്റി വേറെ ഏതെങ്കിലും ധരിച്ചിട്ട് പോവൂ. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നിന്റെ മനസ്സിൽ എന്താ പാർവതി? ഞാൻ സാറിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ എന്തും പറയൂന്ന് സാറിന് അറിയാലോ. ഇതും സാറിന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാ. സാറിന് ആപത്ത് വരാതിരിക്കാൻ വേണ്ടിയാ. എന്താപത്ത്? എനിക്ക് എന്താപത്ത് സംഭവിക്കുമെന്ന്? സാർ, എന്റെ മനസ്സിൽ ചിലത് തെളിയുന്നുണ്ട്. അത് ആവർത്തിച്ച് തെളിയുവാ. എന്താ അത്? അത് ഈ വേഷത്തിൽ ഇതേ ഷർട്ടും പാന്റും ധരിച്ചു പോകുന്ന വിശാൽ സാറിനെ പോലീസുകാര് പിടികൂടുന്നു. അവര് സാറിനെ ഉപദ്രവിക്കുന്നു. അതുകൊണ്ട് ഇതും ധരിച്ച് പുറത്തോട്ട് പോവണ്ട സർ. ഇതൊക്കെ അനാവശ്യ ചിന്തകളാ പാർവതി. എന്നെ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്? ഇന്നലെ കമ്പനി വക്കീൽ ഇവിടെ വന്ന് പറഞ്ഞില്ലേ, ആ ഡോക്യുമെന്റ് നഷ്ടപ്പെട്ട സാറിന് ജയിലിൽ പോകേണ്ടി വരുമെന്ന്. അത് ഡോക്യുമെന്റ് നഷ്ടപ്പെട്ടാലുള്ള കാര്യമല്ലേ? ഇപ്പൊ ആ ഡോക്യുമെന്റ് നഷ്ടപ്പെട്ടില്ലല്ലോ. അത് ഭദ്രമായിട്ട് ഓഫീസിലെ ലോക്കറിൽ ഇരിക്കുക. എന്നാലും എനിക്ക് പേടിയാണ് സർ. പാർവതി പേടിക്കാതെ സമാധാനായിട്ടിരിക്കുക. എനിക്കൊന്നും സംഭവിക്കില്ല. ഇനിയും ഞാനിവിടെ നിന്നാലേ അവിടെ ഓഫീസിലെ ജോലികളൊക്കെ താറുമാറാവും. ഞാൻ ഇറങ്ങാം. എന്നാ സാറിന്റെ കൂടെ ഞാനും വരട്ടെ. ഇന്നത്തെ ദിവസം ഞാൻ സാറിനൊപ്പം ഉണ്ടെങ്കിൽ എനിക്കതൊരു ആശ്വാസമാവും. അതിനെന്താ? എന്റെ കൂടെ ഉണ്ടെങ്കിലേ നിന്റെ ടെൻഷൻ മാറുമെങ്കിൽ നീയും കൂടെ വാ. ഏട്ടാ, ഏട്ടനും പാർവതി ഓഫീസിലേക്ക് ഇറങ്ങിയോ? ആ, ഞങ്ങൾ ഇറങ്ങുവാ. എന്നാ ഒരു കാര്യം ചെയ്യാം, നീയും കൂടി ഞങ്ങളുടെ ഒപ്പം വാ. അതെന്തിനാ? അതെന്തിനാന്നോ? വണ്ടി ഡ്രൈവ് ചെയ്യാൻ. എനിക്കിപ്പോ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. എന്റെ സഹധർമ്മിണിയുടെ ടെൻഷൻ മാറ്റാനുണ്ട്. ഡ്രൈവിങ്ങിനിടയിൽ അതൊന്നും നടക്കില്ലല്ലോ. ഈ വിശാൽ സാർ, നീ വണ്ടി എടുക്ക, ചെല്ല. അല്ല, ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പാവോ? നീ വണ്ടി എടുക്കട ചെക്ക, പോ, ചെല്ല. നീ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.